മാസാൻ കണ്ടവരാരും നീരജ് ഗോയൻ സിനിമകൾ വിട്ടുകളയാനിടയില്ല. ഹോം ബൗണ്ട് നീരജിന്റെ മാസ്റ്റർ ക്ലാസ് ചിത്രമാണ്. ഇന്ത്യയുടെ ഗ്രാമീണ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരിച്ചുവെച്ച ക്യാമറ കണ്ണുകൾ കാഴ്ചക്കാരുടെ ഉള്ളുലയ്ക്കുന്നു, നെഞ്ചു പൊള്ളിക്കുന്നു. ഒരു ശരാശരി ഇന്ത്യൻ ജീവിത സമരത്തിന്റെ എല്ലാ ഭാവങ്ങളും ഏടുകളും കോർത്തിണക്കിയ ചലച്ചിത്ര ഭാഷ്യം. സൗഹൃദത്തിന്റെയും വ്യക്തിബന്ധങ്ങളുടെയും ആഴങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ഹോം ബൗണ്ട്. കോവിഡ് കാലത്തെ ഇന്ത്യൻ ദുരിത ജീവിതം കീറിമുറിച്ച് അതിന്റെ ഉള്ളറകളിലെ കാഴ്ചകൾ നമ്മുടെ മുന്നിലേക്ക് തുറന്നു വയ്ക്കുന്നു. ജാതിയുടെ അദൃശ്യ വിലങ്ങുകളും കോവിഡ് കാലത്തെ ദുരിതയാത്രയും ചങ്കിടിപ്പേറ്റുന്നു. ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്ന ടാഗ്ലൈൻ കാഴ്ചക്കാരുടെ ഹൃദയത്തിൽ വലിയൊരു ഭാരം എടുത്തു വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മലയാളികളിൽ നമ്മൾക്കൊരു പക്ഷേ പരിചിതമായിരിക്കില്ല ആ കാഴ്ചകൾ. കശ്മീരി പത്രപ്രവർത്തകനായ ബഷാറത്ത് പീർ ന്യൂയോർക്ക് ടൈംസിൽ എഴുതിയ ഒരു ലേഖനത്തെ അടിസ്ഥാനമാക്കിയാണ് ഹോം ബൗണ്ടിന്റെ കഥ രൂപപ്പെടുത്തിയത്. യുവാക്കളായ രണ്ട് സുഹൃത്തുക്കളിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത്. ചന്ദനും ഷുഹൈബും. ജാതീയവും മതപരവുമായ വിവേചനങ്ങളും ദാരിദ്ര്യവുമെല്ലാം കൊണ്ട് അരികുവൽക്കരിക്കപ്പെട്ട രണ്ടുപേർ. മെച്ചപ്പെട്ട ജോലി, അടച്ചുറപ്പുള്ള വീട്, കുടുംബ ഭദ്രത, അതിലൂടെ അവർ നേടിയെടുക്കാനാകുമെന്ന് കരുതുന്ന സാമൂഹ്യ മുന്നേറ്റം. സമൂഹത്തിൽ മാന്യതയും പണവും നേടാനുള്ള വഴിയായി പോലീസ് ഉദ്യോഗസ്ഥരാകാമെന്ന് അവർ കണ്ടെത്തുന്നു, അതിനായി പരിശ്രമിക്കുന്നു. ഇന്ത്യയിൽ അപരവത്കരണം നേരിടുന്ന ദളിത് മുസ്ലിം ജനതയുടെ, പ്രത്യേകിച്ചും യുവതയുടെ സമരജീവിതം വളരെ കൃത്യമായി സിനിമ അടയാളപ്പെടുത്തുന്നുണ്ട്. ജീവിതം മെച്ചപ്പെടുന്നുവെന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ചന്ദനും ഷുഹൈബിനും ജീവിതം അവരുടെ കൈകളിൽ നിന്ന് വഴുതിപ്പോകുന്നു. ഷുഹൈബിനെ സ്വത്വം തെളിയിക്കാൻ എല്ലായിടത്തും അവന്റെയും പൂർവികരുടെയും അടക്കം ID കാർഡ് പേറണം. ജാതിക്കളത്തിൽ ജനറലിന് നേരെ തിക്കിടാൻ ചന്ദനെ പ്രേരിപ്പിക്കുന്നത് സ്വന്തം സാമൂഹ്യ ചുറ്റുപാടിൽ നിന്ന് അവൻ നേരിട്ടുകൊണ്ടേയിരിക്കുന്ന മാറ്റി നിർത്തപ്പെടലുകളും പരിഹാസവുമായിരുന്നിരിക്കണം. പേരിന്റെ വാലറ്റം തേടിപ്പോകുന്നവർ ചന്ദനെ എല്ലാ കാലത്തും വീർപ്പുമുട്ടിക്കുന്നുണ്ട്. ഇന്നും നിലനിൽക്കുന്ന പാട്രിയാർക്കൽ കാഴ്ചകളുമുണ്ട് ചിത്രത്തിൽ. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുന്ന യുവതിയുടെ കഥാപാത്രം പലതും സംസാരിക്കുന്നുണ്ട്. സിനിമയുടെ രണ്ടാം ഭാഗത്ത് ഈ സുഹൃത്തുക്കൾ കോവിഡ് ലോക്ക്ഡൌണിൽ ലോറിയിലും കാൽനടയായും കിലോമീറ്ററുകൾ താണ്ടി ഗുജറാത്തിലെ ജോലി സ്ഥലത്ത് നിന്നും ഉത്തർപ്രദേശിലെ വീട്ടിലെത്താൻ ശ്രമിക്കുന്നതാണ് പറയുന്നത്. കോവിഡ് കാലത്ത് രാജ്യത്തെ തൊഴിലാളികൾ കടന്നുപോയ ജീവിതയാതനയുടെ യഥാർത്ഥ മുഖമാണ് അക്ഷരാർത്ഥത്തിൽ സ്ക്രീനിൽ തെളിയുന്നത്. ആ കാഴ്ചകൾ നമ്മളെ അലോസരപ്പെടുത്തുന്നു, വീർപ്പുമുട്ടിക്കുന്നു. മുന്നറിയിപ്പില്ലാതെ വന്ന ലോക്ക്ഡൌൺ അവരെ തള്ളിവിടുന്ന അരക്ഷിതാവസ്ഥയിലും നിസ്സഹായതയിലുമുണ്ട് സംഘപരിവാർ ഭരണകൂടത്തിന്റെ ജനങ്ങളോടുള്ള കരുതൽ. പ്രൊപ്പഗാൻഡ സിനിമകൾ അരങ്ങുവാഴുന്ന കാലത്ത് സെൻസർ വെട്ട് ടീമിന്റെ കൈകളിൽ നിന്ന് ഹോം ബൗണ്ട് എങ്ങനെ വഴുതിപ്പോയെന്ന് ആശ്ചര്യം തോന്നിയേക്കാം. ഇന്ത്യയുടെ ജീവിത യാഥാർത്ഥ്യമാണ് ഹോം ബൗണ്ട് ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഗംഭീരമെന്നോ ക്ലാസ് എന്നോ വിളിച്ചാലും കുറഞ്ഞു പോകും.